നാലാമത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ സബ്ജക്റ്റിൽ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ഏതെല്ലാം രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്, തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, ഡീസൽ പവർ സ്റ്റേഷൻ ഉണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പവർ സ്റ്റേഷൻസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ സ്റ്റേജുകൾ എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അത്തരത്തിൽ ജനറേറ്റ് ചെയ്ത എനർജി, ഇലക്ട്രിക്കൽ എനർജി നമുക്കറിയുന്ന കാര്യമാണ്, നമ്മുടെ വീട്ടിലേക്കെല്ലാം സപ്ലൈ എത്തുന്നുണ്ടല്ലോ, ഇലക്ട്രിക്കൽ പവർ എത്തുന്നുണ്ട് ലൈനിലൂടെ. പക്ഷേ അത് എത്തുന്നതിന് മുന്നേ ഒരുപാട് സ്റ്റേജുകൾ പിന്നിട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. ജനറേറ്റ് ചെയ്യുന്നത് ഇടുക്കി അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള പവർ സ്റ്റേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ ഇടുക്കി പോലെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലാണ് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദൂരെ ജനറേറ്റ് ചെയ്യുന്ന എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്തിട്ട് ഓവർ ഹെഡ് ലൈൻ അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ വഴി പല സ്റ്റേജിലൂടെ കടന്ന് വന്നിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് അതല്ലെങ്കിൽ ഇൻഡസ്ട്രികളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ പല സ്റ്റേജുകളുണ്ട്. നമ്മൾ ജനറേറ്റ് ചെയ്ത എനർജി അതുപോലെ എന്ത് ചെയ്യല്ല, നമ്മുടെ വീട്ടിലേക്ക് എത്തില്ല. അതിനിടയിൽ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇലക്ട്രിക് പവറിനെ നമ്മൾ മെയിൻ സ്റ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 3 ഡിവിഷനായിട്ട് 3 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേജ്, അതിന് നമ്മൾ ജനറേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. ജനറേറ്റ് ചെയ്ത പവറിനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സ്റ്റേജിൽ നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയും, പവർ ട്രാൻസ്മിഷൻ എന്ന് പറയും. അതിനുശേഷം ട്രാൻസ്മിറ്റ് ചെയ്ത പവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യും. വീടുകളിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത പവറിനാദ്യം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ നടത്തും. എന്നിട്ട് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കും. കാരണം ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ എന്ത് ചെയ്യില്ല, നമ്മുടെ ലോഡിൻ്റെ അടുത്തായിരിക്കില്ല. ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകൾ അതുപോലെ ഇൻഡസ്ട്രി ഒക്കെയാണ് ലോഡ് വരിക. ഓക്കെ, അപ്പോൾ അത്തരത്തിന് വീടുകൾക്ക് അടുത്തായിരിക്കില്ല നമ്മുടെ പവർ സ്റ്റേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ സ്റ്റേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന പവർ ഡയറക്റ്റായിട്ട് എങ്ങോട്ട് അയക്കില്ല, നമ്മുടെ വീട്ടിലേക്ക് അയക്കില്ല. അതിനിടയിൽ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആ സ്റ്റേജുകളാണ് ഏതൊക്കെ? ഒന്നാമത്തെ സ്റ്റേജ് ജനറേഷൻ, പവർ ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ട്രാൻസ്മിഷൻ, ജനറേറ്റ് ചെയ്ത പവർ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് അയക്കും. അത് അയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറെ സബ്സ്റ്റേഷനിലേക്കൊക്കെ റിസീവ് ചെയ്തിട്ട് ആ സബ്സ്റ്റേഷനിൽ നിന്നാണ് എന്ത് ചെയ്യുക, നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണുന്ന ട്രാൻസ്ഫോമറുകളിലേക്കൊക്കെ പോവുക. ആ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന രീതിയിൽ ആ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഓക്കെ, ജനറേറ്റ് ചെയ്ത പവർ സബ്സ്റ്റേഷനിലേക്ക് അയക്കുന്നതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയാം. അത്തരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്ത പവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റോഡ് സൈഡിലോ കാണുന്ന ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളിലേക്ക് എത്തും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടുകളിലേക്ക് അതായത് ലോഡുകളിലേക്കൊക്കെ എത്തിച്ചേരും. അപ്പോൾ അവസാനത്തെ സ്റ്റേജിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 സ്റ്റേജുകൾ കൂടി ചേർന്നാണ് നമ്മുടെ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം. നമ്മുടെ KSEBയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ബേസിക്കലി ഈ 3 സ്റ്റേജുകൾ കൂടി ചേർന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റേജുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. 4 മോഡ്യൂളുകളായിട്ട് ഏതെല്ലാം രീതിയിൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇലക്ട്രിക് പവർ ജനറേഷൻ. ഏതെല്ലാം രീതിയിൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിൽ ട്രാൻസ്മിഷൻ നടത്താം, ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ലൈനിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ പഠിക്കും. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഏതെല്ലാം രീതിയിലൂടെയാണ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് പവർ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കും. അതിന് കൂടാതെ നമ്മുടെ കറണ്ട് ബില്ല് നമ്മൾ പറയും അല്ലേ, എനർജി എത്ര റേറ്റിലാണ് നമുക്ക് തരുന്നത്, താരിഫ് എന്നാണ് പറയുക. അപ്പോൾ കറണ്ട് ബില്ലിൻ്റെ കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ കറണ്ട് ബില്ല് എന്ന് പറയും, എനർജിയുടെ ബില്ല്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻസുലേറ്ററുകൾ ഏതൊക്കെയാണ്, പലതരത്തിലുള്ള ഇൻസുലേറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യമാണല്ലേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ പറയും. ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് കാണാം ഇൻസുലേറ്റർ. ലൈന് കറണ്ട് പോകുന്ന കണ്ടക്ടർ എന്ത് ചെയ്യാൻ പാടില്ല, ഡയറക്റ്റായിട്ട് എർത്തിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻസുലേറ്ററുകളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ഇൻസുലേറ്ററുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന സബ്ജക്റ്റിൽ മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോട്ടൽ പവർ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ്. ഏതെല്ലാം രീതിയിൽ പവർ ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്, അതിൽ പലതരത്തിൽ എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 4 മോഡ്യൂളുണ്ട് നമ്മുടെ സിലബസിൽ. ആദ്യത്തെ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക്കൽ പവർ ജനറേഷനാണ്. ഏതെല്ലാം രീതിയിൽ നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയുന്ന കാര്യമാണല്ലേ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ട്, സ്റ്റീം പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, ഡീസൽ പവർ സ്റ്റേഷൻ ഉണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ തരത്തിലുള്ള പവർ സ്റ്റേഷൻസിൻ്റെയും ബ്ലോക്ക് ഡയഗ്രം, എങ്ങനെയാണ് അവിടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ മോഡ്യൂളിൽ പഠിക്കുന്നത്. ഇലക്ട്രിക്കൽ പവർ ജനറേഷനാണ് ഒന്നാമത്തെ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത്തരത്തിൽ ജനറേറ്റ് ചെയ്ത പവറിൻ്റെ എക്കണോമിക് കൺസിഡറേഷനാണ് നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളിൽ പഠിക്കുക. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കറണ്ട് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം,
എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുക. ഇനി അത്തരത്തിൽ ജനറേറ്റ് ചെയ്ത പവർ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നേരെ വീടുകളിലേക്കല്ല അയക്കുന്നത്, സബ് സ്റ്റേഷനുകളിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേജുകളൊക്കെ നമ്മൾ പഠിക്കും. അത്തരത്തിലുള്ള ആ സ്റ്റേജിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയും. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ട്രാൻസ്മിഷൻ നടത്താം, എത്ര വോൾട്ടേജിലാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കും. അത്തരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുന്ന പവർ, നമ്മുടെ സബ്സ്റ്റേഷനിലൊക്കെ എത്തിയ പവർ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് വീടുകളിലേക്കല്ല കൊടുക്കുക. അതിൻ്റെ ഇടയിലും ചില ട്രാൻസ്ഫോമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കുക. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതാണ് അവസാനത്തെ സ്റ്റേജ്. അവസാനത്തെ സ്റ്റേജിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ലോഡുകളൊക്കെ ഉണ്ടാവുക. ഓക്കെ, വലിയ ഫാക്ടറീസൊക്കെ എന്തുണ്ടാവും, ലോഡുകൾ തന്നെയാണ്. പക്ഷേ അത് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷന് മുന്നേ തന്നെ വേറെ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, നമ്മൾ പവർ കൊടുക്കുക, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ 4 മോഡ്യൂളുകളിലായിട്ട് നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. എനർജി സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഊർജ്ജം, എവിടെ നിന്നാണ് ഊർജ്ജം കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഊർജ്ജം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റേജിൽ നിന്ന് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ, ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. ഒരു രൂപമാറ്റം വരുത്താൻ മാത്രമേ എനർജീനെ സാധിക്കൂ. അപ്പോൾ എനർജി റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ എനർജി സോഴ്സസ് ഉണ്ട്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. റിന്യൂവബിളും അതുപോലെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതിനുശേഷം ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഇത്തരത്തിലുള്ള നോൺ കൺവെൻഷനും അതുപോലെ കൺവെൻഷനായുള്ള എനർജി സോഴ്സസിൽ നിന്നും എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കാം. ഇപ്പോൾ ഇലക്ട്രിക്കൽ ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം അല്ലേ. പലതരത്തിലുള്ള പവർ സ്റ്റേഷൻസ് ഉണ്ട്. ആ പവർ സ്റ്റേഷൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ലേ ഔട്ട്, അതായത് ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ ഡാം ഉണ്ടാവും, റിസർവോയർ ഉണ്ടാവും, ടർബൈൻ, പെൻ സ്റ്റോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പവർ ഹൗസ് എല്ലാം ഉണ്ടാവും അല്ലേ, ടർബൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് ഒരു പവർ സ്റ്റേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഏതിൻ്റെയൊക്കെ നമ്മൾ പഠിക്കും, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ പഠിക്കാനുണ്ട്, തെർമൽ പവർ സ്റ്റേഷൻ്റെ പഠിക്കാനുണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെ പഠിക്കാനുണ്ട്. ഓക്കെ, അത്തരത്തിൽ പവർ പ്ലാന്റ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിലുള്ള കമ്പോണൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പിന്നീട് ഇതിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റാണ്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒക്കെ എവിടെ പ്ലേസ് ചെയ്യാം. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പവർ പ്ലാന്റ് നിർമ്മിക്കാൻ സാധിക്കില്ല അല്ലേ. അതിൻ്റേതായ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഒരു പവർ പ്ലാന്റിൻ്റെ പ്ലേസ് ചൂസ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിലും ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലല്ലേ, വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. അത്തരത്തിൽ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ജനറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ മോഡ്യൂൾ ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ലോഡാണ്. പലതരത്തിലുള്ള ലോഡ് നമുക്കുണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ തരത്തിലുള്ള ലോഡുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ വീടുകളിലേക്കൊക്കെ ലോഡ് ഉണ്ടല്ലേ, നമുക്ക് എന്ത് പറയാം, ഡൊമസ്റ്റിക് ലോഡ് എന്ന് പറയാം. അപ്പോൾ വീടുകളിൽ മാത്രമല്ല ലോഡുള്ളൂ, ഇതിനെ കൂടാതെ നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ ഒക്കെ, അതുപോലെ ഇൻഡസ്ട്രീസ്, അങ്ങനെ പലതരത്തിലുള്ള ലോഡുകളുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ലോഡുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ഒരു പവർ സ്റ്റേഷൻ, ഓക്കെ, ജനറേറ്റ് ചെയ്യുന്ന പവർ സ്റ്റേഷനിലുള്ള ലോഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഒരു പവർ സ്റ്റേഷനിൽ വരുന്ന മാക്സിമം ലോഡ് എത്രയാണ്, അല്ലെങ്കിൽ ആവറേജ് ശരാശരി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലൊക്കെ ഏകദേശം എത്ര ലോഡ് വരുന്നുണ്ടെന്നുള്ള ഒരു പവർ സ്റ്റേഷനുമായി സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്, അതും നമ്മൾ പഠിക്കും. ഓക്കെ, അതായത് പിന്നെ ലോഡ് കർവ്, ഒരു പവർ സ്റ്റേഷനിലെ ലോഡിലുള്ള വാരിയേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ലോഡ് കർവ് എന്തൊരു കൺസെപ്റ്റ് ഉണ്ട്, ആ ലോഡ് കർവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഫാക്ടേഴ്സ്, കണക്റ്റഡ് ലോഡ് എന്താണ്, മാക്സിമം ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് ഫാക്ടർ എന്താണ്, ലോഡ് ഫാക്ടർ എന്താണ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ, കപ്പാസിറ്റി ഫാക്ടർ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, അതുപോലെ പ്ലാന്റ് യൂസ് ഫാക്ടർ പോലുള്ള പല ടേംസും അതിൻ്റെ ഡെഫിനിഷൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഇൻ്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം എന്താണെന്നുള്ളത്, എല്ലാ പവർ സ്റ്റേഷൻസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ പവർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ് സ്റ്റേഷൻസ് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർ കണക്ട് ചെയ്ത സെറ്റപ്പിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രിഡ്, അല്ലെങ്കിൽ ഗ്രിഡ് ഉണ്ടാകുന്നത് കൊണ്ടുള്ള മെച്ചങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് പോലെ എക്കണോമിക് കൺസിഡറേഷൻ, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബില്ല് ചെയ്യണം അല്ലേ. അതായത് ജനറേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, അത് നമ്മൾ വെറുതെ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ചിലവുണ്ട്, അതുപോലെ ചെറിയൊരു ലാഭവും വേണം. ഈ ഉദ്ദേശത്തോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന കറണ്ട് ബില്ല് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ. അപ്പോൾ കറണ്ട് ബില്ല് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കറണ്ട് ബില്ല് ഇടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് ബില്ല് എന്ന് പറയുന്ന സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയണത്, താരിഫ് എന്ന് പറയുന്നത്.
താരിഫിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ ഏതെല്ലാം തരത്തിലുള്ള താരിഫുണ്ട്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് ഈ സബ്ജക്റ്റിൽ ചെയ്യാനുണ്ട് രണ്ടാമത്തെ മൊഡ്യൂളിൽ. അതിനുശേഷം മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത പവർ ഏതെല്ലാം രീതിയിലൂടെ കടന്നിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു ലേ ഔട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് ടിപ്പിക്കൽ സപ്ലൈ സ്കീം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എക്സാമിൽ ചോദിക്കുന്ന ഒരു ഡയഗ്രാമാണ് സപ്ലൈ സ്കീം എങ്ങനെയാണെന്നുള്ളതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം. അതിനുശേഷം നമ്മൾ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് 3 ഫേസ് AC വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ DC പവർ ട്രാൻസ്മിഷൻ എല്ലാം ഉണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പരിചയപ്പെടും. അതിനുശേഷം ഓവർ ഹെഡ് ലൈൻ കമ്പോണൻസ് നമുക്കറിയുന്ന കാര്യമാണല്ലേ. നമ്മുടെ മേളിൽ ഇലക്ട്രിക് പോസ്റ്റിലൂടെ പോകുന്നതാണെന്ത്, ലൈന് പോകുന്നുണ്ട് അല്ലെ, പവർ അല്ലെങ്കിൽ കറണ്ട്, നമ്മൾ പറയും കറണ്ട് പോകുന്ന കമ്പി എന്ന് പറയും അല്ലെ. അത്തരത്തിൽ പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേളിലൂടെയാണ് പോകുന്നത് അല്ലെ, തലയ്ക്ക് മേളിലൂടെയാണ് പോകുന്നതിന് നമ്മൾ എന്ത് പറയും, ഓവർ ഹെഡ് ലൈൻ എന്ന് പറയും. സാധാരണ നമ്മുടെ റോഡ് സൈഡിലും വീടിന് മുൻപിലോ കാണുന്നതാണ് ഓവർ ഹെഡ് ലൈൻസ്. അതിനെ കൂടാതെ ഭൂമിക്ക് അടിയിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വയർ ഡ്രോ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഇല്ല, ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ. അതിനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് എന്നും പറയും. ഓക്കെ, അത്തരത്തിൽ ഓവർ ഹെഡ് ലൈനിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഓവർ ഹെഡ് ലൈൻ കമ്പോണൻസ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ സിമ്പിളായിട്ട് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് എന്നൊക്കെ പറയും. ഇലക്ട്രിക് പോസ്റ്റ് അതിൻ്റെ സൈഡിൽ കുറേ വയറുണ്ടാവും, മേളിലൊരു കമ്പി കാണും, അതിനെ നമ്മൾ ക്രോസ് ആം എന്നൊക്കെ പറയും. അത്തരത്തിൽ അതിൻ്റെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പിന്നെ പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ഓവർ ഹെഡ് ലൈൻ കമ്പോണൻസ് എന്ന് പറയും. അപ്പോൾ അതെല്ലാം കണ്ടക്ടർ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ലൈൻ സപ്പോർട്ടേഴ്സ്, ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററുകൾ, പലതരത്തിലുള്ള ഇൻസുലേറ്ററുകൾ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സാഗ്. അപ്പോൾ നമുക്കറിയാം 2 ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടയിലൂടെ കണ്ടക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്ത് ചെയ്യും, നടുവിലായിട്ട് താഴ്ന്ന് നിൽക്കുന്നത് കാണാം അല്ലേ. ടോട്ടൽ നോക്കുമ്പോൾ ഒരു എലിപ്സിൻ്റെ ഷേപ്പ് ആയിരിക്കും കണ്ടക്ടർ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്ന താഴ്ചേനെയാണ് നമ്മൾ സാഗ് എന്ന് പറയാം. അപ്പോൾ സാഗ് ഒരു പരിധിക്ക് കൂടുതലാവാനും പാടില്ല, സാഗ് ഒരു ഇല്ലാതിരിക്കാനും പാടില്ല. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്, എത്രത്തോളം സാഗ് വരാം അല്ലെങ്കിൽ കണ്ടക്ടർ എത്രത്തോളം തൂങ്ങി നിൽക്കുക എന്നുള്ളതിൻ്റെ കണക്കും കാര്യങ്ങളും ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്, അതായത് ലൈനിൽ നമ്മുടെ കണ്ടക്ടറിൽ എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൂലമുള്ള ലോസുകൾ അല്ലെങ്കിൽ ലൈനിൽ ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് മൂലം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ട്രാൻസ്പോസിഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ലൈനിൽ വരുന്ന ലോസുകളും വോൾട്ടേജ് റെഗുലേഷൻ എന്താണ്, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി പോലത്തെ കുറച്ച് ടേമുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ സംഭവിക്കുന്ന ഫെറാൻഡി എഫക്റ്റ്, കൊറോണ, സ്കിൻ എഫക്റ്റ് പോലത്തെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തി. നമ്മുടെ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്തു, അത് ട്രാൻസ്മിഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വീടുകളിലേക്ക് എത്താണ്. അപ്പോൾ വീടുകളിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻലി നമ്മൾ ഫീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സർവീസ് മെയിൻസ് എന്ന് പറഞ്ഞ 3 കമ്പണൻസ് ആണുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ, ഫീഡർ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്താണ് ഫീഡർ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ, എന്താണ് സർവീസ് മെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏതെല്ലാം രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, ഓവർ ഹെഡ് ലൈനും അണ്ടർഗ്രൗണ്ട് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ, ഏതെല്ലാം രീതിയിൽ അണ്ടർഗ്രൗണ്ട്, അതായത് ഭൂമിക്കടിയിലൂടെ വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടക്ടർ ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രൊസീജിയറുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വോൾട്ടേജ് റെഗുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളെക്കുറിച്ചും പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ, പവർ ഫാക്ടർ എന്താ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ എപ്പോഴും പവർ ഫാക്ടർ 1 ആവുകയാണ് ഏറ്റവും നല്ലത്, യൂണിറ്റി ആവുകയാണ് നല്ലത്. അപ്പോൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റൻസ് ബാങ്കുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾ ഏതെല്ലാം രീതിയിൽ ലേ ചെയ്യാൻ പറ്റും, ഗ്രേഡിങ് എന്താണെന്നുള്ള കാര്യങ്ങളും, അതുപോലെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, അതുപോലെ ഹൈ വോൾട്ടേജ് DC HVDC ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4 മൊഡ്യൂളുകളായിട്ട് ഇലക്ട്രിക് പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ മൊത്തം പവർ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് മൊത്തം ഒരു ഐഡിയ, ജനറേറ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും, എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നും, എത്രത്തോളം പവർ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്താ ചെയ്യുകയാണ്, സ്പോട്ടിലാണ് തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, AC ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഡിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് പവർ സ്റ്റേഷനിലുള്ള എനർജി ജനറേറ്റ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം പവർ ജനറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ തീരുമാനിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ച് നമ്മൾ 1ാമത്തെ മൊഡ്യൂളിലും ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജനറേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പവർ സ്റ്റേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അവിടെ വേണ്ട ടർബൈൻ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി എത്ര വേണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ 2ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇലക്ട്രിക് ചാർജിന്, അതായത് ബില്ല്,
താരിഫിനെ കുറിച്ച് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയും. അതിനുശേഷം ട്രാൻസ്മിഷനും പിന്നെ ഡിസ്ട്രിബ്യൂഷനുമാണ് വരുന്ന 2 മൊഡ്യൂളുകളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ജനറലി പുറത്ത് കാണുന്ന KCB ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ വെറും തിയറി അല്ല, പ്രോബ്ലംസും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 മൊഡ്യൂളുകൾ നമ്മുടെ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കുകളെ കുറിച്ചും വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാം.